നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച രാവിലെ മുതൽ പെയ്ത മഴയിൽ തൃപ്രയാറിലെ വെള്ളക്കെട്ട് രൂക്ഷമായി. നാട്ടിക പഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണം താളം തെറ്റിയതും കുടിവെള്ള പൈപ്പിടാനായി പൊളിച്ച മണ്ണ് കാനകളിൽ ഇട്ടുമൂടിയതും ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന കാന പാതി വഴിയിൽ നിന്നതുമാണ് വെള്ളക്കെട്ടിന് കാരണമായത്. തൃപ്രയാർ സെന്ററിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകി പോകേണ്ട കാനകൾ മുഴുവൻ മണ്ണും മാലിന്യവും നിറഞ്ഞ് കിടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മഴ പെയ്തപ്പോൾ തൃപ്രയാറിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാവുകയും കടകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. കനത്ത നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായത്. പ്രതിഷേധത്തെ തുടർന്ന് കാനകൾ തുറന്ന് പരിശോധിച്ചിരുന്നു. എന്നാൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തടസ്സം നീക്കാനാകൂ എന്ന് പറഞ്ഞ് പണി പാതി വഴിയിലിട്ടു. അധികൃതർ തുറന്നിട്ട സ്ലാബുകൾ അടച്ചതുമില്ല. ഇത് വലിയ അപകടക്കെണിയാണ് ഉണ്ടാക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയോടെ തൃപ്രയാറിൽ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് തടസ്സം നീക്കി തുടങ്ങിയിട്ടുണ്ട്. മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാത്ത അധികൃതർക്കെതിരെ വലിയ പ്രതിഷേധം വ്യാപാരികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമുണ്ട്. പട്ടികജാതി വർഗ ഏകോപന സമിതി തൃപ്രയാറിൽ സായാഹ്ന ധർണ നടത്തി. ന്യൂനപക്ഷ സമുദായത്തിലെ ദളിതരെന്ന് വിളിക്കുന്നവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക, പട്ടികജാതി വർഗ വികസന നയം പ്രഖ്യാപിക്കുക, എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി വർഗ്ഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുക, പട്ടികജാതി വർഗ വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. ഏകോപന സമിതി ജനറൽ സെക്രട്ടറി NR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് VN വിനോദ് അധ്യക്ഷനായി. ഡോക്ടർ MK മുകുന്ദൻ, CS ശിവൻ, K രാധാകൃഷ്ണൻ, AS ദിനേശൻ, NR സന്ധ്യ, അനില പ്രിൻസ് എന്നിവർ സംസാരിച്ചു. പെരുങ്ങോട്ടുകര നന്മ പാട്ടുകൂട്ടായ്മ വാർഷികാഘോഷം നടത്തി. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടന്ന പരിപാടി നടൻ ലിഷോയ് ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ OS അഷ്റഫ്, സിജോ പുളിക്കോട്ടിൽ, സീരിയൽ താരം ബിജേഷ് അവണൂർ, മനോമോഹൻ, NS വേണുഗോപാൽ, നന്മ ഭാരവാഹികളായ താന്യം ജോർജ്, ബിജു ഏങ്ങൂർ, സനു അശോക്, സുധീർ അയ്യപ്പൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലയിലെ കലാകാരന്മാരെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നന്മ അംഗങ്ങളുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ മാസ് കമ്മ്യൂണിക്കേഷൻസിൽ പ്രവേശനം നേടി ഇസ്ര പൂർവ്വ വിദ്യാർത്ഥി ഇബ്രാഹിം ബാദുഷ നൂറാനി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാസ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ക്യാമ്പസായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ സ്കോളർഷിപ്പോടെ പ്രവേശനം നേടി ഇബ്രാഹിം ബാദുഷ നൂറാനി ജാമിയ മദീനത്തൂറിനും ഇസ്ര ക്യാമ്പസിനും അഭിമാനമായി. അരിയല്ലൂർ സ്വദേശിയ അബ്ദുൽ ഖാദർ നുസൈബ ദമ്പതികളുടെ മകനാണ് ഇബ്രാഹിം ബാദുഷ നൂറാനി. നൂറാനിയെ ഇസ്ര ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി അഭിനന്ദിച്ചു. EK നായനാരുടെ ചരമദിനത്തിൽ ബാലസംഘം സംസ്ഥാന കമ്മിറ്റി ഹാപ്പിനെസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടശങ്കടവ് ബോട്ട് ജെട്ടിയിൽ നടന്ന ഫെസ്റ്റ് മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി CK വിജയൻ, VG സുബ്രഹ്മണ്യൻ, VN സുർജിത്ത്, MV ഷാജി, VV പ്രഭാത്, IT ചാക്കോ, AK അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു. ബാലസംഘം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. കുട്ടികൾ വഴി അവതരിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കലാ സാഹിത്യ രംഗത്തൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ബുദ്ധിശേഷി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബാലസംഘം രൂപീകരണ കാലഘട്ടങ്ങളിൽ ഇന്നേവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാതി മത ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെന്നുള്ള ബോധത്തോടുകൂടിയുള്ള ആ പ്രവർത്തനം കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനമാണ് ബാലസംഘം നടത്തുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വർഗീയ ശക്തികൾ കുട്ടികളിൽ മതവൈരവും അതുപോലെ മറ്റെല്ലാം കുത്തിനിറച്ചുകൊണ്ടിരിക്കുന്ന വർഗീയത കുത്തിനിറച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഭിന്നശേഷി വിഭാഗത്തിൽ മത്സരിക്കുന്ന വാലിപ്പറമ്പിൽ ദിലീപിന്റെ മകൾ കൃഷ്ണാഞ്ജലിക്ക് കഴിമ്പ്രം വിജയൻ സ്മാരക സമിതി യാത്രയയപ്പ് നൽകി. യോഗത്തിൽ സമിതി ചെയർമാൻ RI സഖറിയ അധ്യക്ഷനായി. സിനിമാ സീരിയൽ നടൻ ലിഷോയ് കൃഷ്ണാഞ്ജലിക്ക് ഉപഹാരം നൽകി. എഴുത്തുകാരൻ KR കിഷോർ, നടൻ മനോമോഹൻ, MV രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പെരുങ്ങോട്ടുകര
ചേലക്കര വടക്കുമുറി സിതാര ക്ലബിന്റെ കുടുംബസംഗമം ആഘോഷിച്ചു. സിനിമാ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് CR രമണൻ അധ്യക്ഷനായി. മുൻ വാർഡ് മെമ്പർ VK പ്രദീപ്, സെക്രട്ടറി CT ജോസ്, ജനറൽ കൺവീനർ KS ഷിജു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.